കുനാഫ ഇതുവരെ ട്രൈ ചെയ്യാത്തവരും അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായി പോയവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇതിൽ കാണുന്ന കത്തൈഫി അതായത് കുനാഫ ഡോയും നമ്മൾ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/3 കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 3 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേണ്ടത് ഓയിലാണ്. നമ്മൾ സാധാ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബാറ്റർ ഒരുപാട് കട്ടിയിലും അല്ല എന്നാൽ നല്ല ലൂസിലും അല്ലാത്തൊരു രീതിയിൽ വേണം ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ നല്ലൊരു രീതിയിൽ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ ബാറ്റർ. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തതിൽ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബാറ്റർ നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ ഒരുപാട് വെള്ളം കൂടുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കുനാഫ ഡോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു ബാറ്റർ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ എൻഡ് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു ഹോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇത് കട്ടിയിലായാൽ നമ്മൾ കുനാഫ ഡോ ശരിയായിട്ട് കിട്ടില്ല. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലിപ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട. വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചുറ്റി ഫിനിഷ് ആവുന്ന സമയത്ത് തന്നെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഓരോ തവണ ഇതിങ്ങനെ ചുറ്റിച്ച് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോഴോ ഒരു നനവുള്ള തുണി കൊണ്ട് അത് മൂടാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ കുനാഫ ഡോ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് കുനാഫ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു കത്രിക വെച്ചോ കത്തി വെച്ചോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുനോക്കാം. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിലാണ് കുനാഫ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ടിന്നിലേക്ക് കുറച്ച് ബട്ടർ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള കുനാഫ ഡോയിലേക്ക് നമ്മൾ 50 ഗ്രാമോളം ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടർ എടുക്കാൻ നോക്കണേ. നമ്മൾ ഓൾറെഡി കുനാഫ ഡോയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കൈവച്ച് തന്നെ ഇത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കുനാഫ ഡോയിൽ നിന്ന് പകുതി പോർഷൻ എടുത്തിട്ട് നമ്മൾക്ക് ഈ കേക്ക് ടിന്നിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിനൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായി ഒരു പാനിലേക്ക് ഒരു കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. ഇതുപോലെ കുറച്ച് പാലെടുത്തിട്ട് 2 ടീസ്പൂണോളം കോൺഫ്ലോർ കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കുറക്കാം കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അമൂലിൻ്റെ ഈ ഒരു സ്ലൈസ്ഡ് ചീസാണ്. ചീസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുനാഫയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഫില്ലിങ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കുനാഫ ഡോയിലേക്ക് അതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കുനാഫയുടെ ഡോ കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ കുനാഫയുടെ ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ. ഇനി ഇത് വേറൊരു പാൻ വെച്ച് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മൾ ആ ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മേലെ ഭാഗം കൂടെ ഒന്ന് ഗോൾഡ് കളർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മേലായിട്ട് നമ്മൾ ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടില്ല.
ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പഞ്ചസാരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ടുള്ള ഷുഗർ സിറപ്പാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു കുനാഫ ഡോ നല്ല ക്രിസ്പി ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ. ബൈ.